നമസ്കാരം മക്കളെ, ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കണം. അപ്പോൾ ഇത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രേവിയെല്ലാം നന്നായിട്ട് ചിക്കനിനകത്ത് പിടിച്ച് നല്ലതുപോലെ വെന്ത് നല്ല ഉടഞ്ഞ്, സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ പിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരുമല്ലോ, ഇത് അങ്ങനെ ഒന്നുമില്ല. നമ്മളിത് പിടിക്കുമ്പോൾ തന്നെ ഇത് ഉടഞ്ഞങ്ങ് വരും. നമ്മുടെ ഗ്രേവിയെല്ലാം ഈ ചിക്കനകത്ത് പിടിച്ച് പെരണ്ട് ഇരിക്കുന്ന നല്ലൊരു പെരളൻ ചിക്കൻ റോസ്റ്റാണ്. കണ്ടില്ലേണ്ട വെന്തുടഞ്ഞ് വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമെല്ലാം സ്ട്രെയിനറിൽ വെച്ച് തോർത്തി എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊന്ന് വേവിച്ചെടുക്കും നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലിട്ട് അധികം വേവിക്കേണ്ട. വെള്ളത്തിലിട്ട് വേകുമ്പോൾ ഇതങ്ങ് കല്ല് പോലെ ആകും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പല്ലില്ലാത്തവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കനാണ്. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിൽ ഇട്ട് 1 വിസിലടിച്ച് നമ്മളിതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലാം കുക്കറിലേക്ക് മാറ്റി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത്, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ തന്നെ നമ്മുടെ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഈ ചിക്കനകത്തെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ കുഴച്ച് എടുക്കണം. അപ്പോൾ ഇത് കുക്കറിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ ഈ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ച് കഴിയുമ്പോൾ ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മളല്ല വെള്ളത്തിലിട്ട് ഇതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് അങ്ങോട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനിതേ രീതിയിലാണ് മിക്കപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ കുക്കർ അടച്ച് വെച്ചത് വേവട്ടെ. 1 വിസിലടിച്ചിട്ട് നമുക്കത് ഇറക്കി വെക്കാം. പിന്നെ ഇതാണ്ട ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ഇതേ രീതിയിൽ സ്ലൈസസ് ആയിട്ട് നമ്മൾ എങ്ങും തൊടാത്ത രീതിയിൽ ഇതിലുള്ളതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വലിയ തക്കാളി, ആവശ്യത്തിന് തക്കാളി എടുക്കാം കേട്ടോ. ഇഞ്ചി, പിന്നെ 1 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊണ്ട് ഈ സമയത്ത് നമ്മൾ 1 പിടി സവാള ഇതിളകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണമെന്ന് പറയുന്ന കാരണം ഇതിന്ന് മൂപ്പിച്ചെടുക്കണം. 1 പിടി സവാള നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുന്നത് കറിയുടെ ഒരു ടേസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. എനിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയുള്ളൊരു പ്രത്യേകതയാണിത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി കോരിയെടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുകിട്ടു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കടുക് പൊട്ടിയതിന് ശേഷം ചേർത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം ഒന്ന് മൂപ്പിക്കണം. അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഈ മണവും അതിൻ്റെ ഗുണവും എല്ലാം നമുക്ക് ചിക്കനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യം ഇതൊന്ന് മൂപ്പിച്ചേക്കണം. അല്ലെങ്കിൽ സവാളയുടെ കൂടെ ലാസ്റ്റ് ഇടയ്ക്കിട്ടാൽ ഇത് മൂക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സവാളയെല്ലാം നമ്മൾ വറുത്തതിൻ്റെ ബാക്കി ഇത്തിരി 1 പിടിയേ വറുത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇതിളകളായിട്ടുള്ള ഇതാണ് ഇതേ രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമയം കാണുമല്ലോ നമുക്ക് ഈ സവാളയ്ക്കകത്ത്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ഈ സവാള മൂക്കാൻ വേണ്ടി. അപ്പോൾ ഈ വെള്ളമയം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കും. നമ്മൾ അധികം നേരം ഇങ്ങനെ ഇട്ട് വറക്കണ്ട. അപ്പോൾ ഈ സോഫ്റ്റായിട്ട് അങ്ങ് വെന്ത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്ത് മൂത്ത് വരും ഇത് കേട്ടോ. കണ്ടില്ലേ, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ സവാള എല്ലാം മൂത്ത് വെന്തിട്ട് നമ്മൾ കൈയിട്ട് ഇളക്കി സമയം കളയുകയേ വേണ്ട. നമ്മുടെ കൈയും കഴിക്കത്തില്ല. വീണ്ടും ഒന്നും കൂടെ നമ്മൾ അടച്ചു വെക്കും. അങ്ങനെ പല തവണ ഇങ്ങനെ അടച്ചും തുറന്നും നമ്മൾ സോഫ്റ്റാക്കി വേവിച്ചെടുക്കും ഇത് എണ്ണയ്ക്കകത്ത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആകട്ടോ. ഇങ്ങനെ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും കമൻറ്റും, ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയറോടെ ചെയ്ത് കൊടുക്കണം. എണ്ണ തെളിഞ്ഞ് വന്നു, എല്ലാം മൂത്തു. കണ്ടില്ലേ, ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് വീണ്ടും നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കണക്കാക്കി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷമേ നമ്മൾ കുരുമുളക് ചേർക്കത്തുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതിന് നല്ലൊരു മൂപ്പുണ്ട്. അതിന് നമ്മൾ നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ടേ. അപ്പോൾ കണ്ട ഈ സമയത്താണ് നമ്മൾ 1/2 ടീസ്പൂൺ നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കും കേട്ടോ. ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ ഈ മൂത്തിരിക്കുന്ന സവാളയ്ക്കകത്തിട്ട് അങ്ങ് മൂപ്പിക്കുന്നത്. നമുക്ക് വേണം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. നമുക്ക് ഈ വെളിച്ചെണ്ണ മതി കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ കിടന്ന് നമ്മുടെ സവാള എല്ലാം നല്ലതായിട്ട് നല്ല പൂ പോലെ കണ്ടില്ലേ. ഞാൻ പറയാൻ വന്നത് നമ്മുടെ സവാള കുഴഞ്ഞിട്ടേ ഇല്ല. ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഇതേ രീതിയിൽ ചെയ്താൽ നമ്മുടെ സവാള സാധാരണ നമ്മളിങ്ങനെ വറുത്ത് റോസ്റ്റ് വരുമ്പം കുഴയും. ഈ സമയത്താണ് നമ്മുടെ തക്കാളി ചേർക്കുന്നത്. അല്ലെ നേരത്തെ ചേർത്താൽ ഈ തക്കാളിയുടെ വെള്ളമയം കൊണ്ട് നമ്മുടെ മസാലകളൊന്നും മൂക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൂട്ടി പുരട്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കും. തക്കാളി ഒന്ന് സോഫ്റ്റായി ഇതിൻ്റെ കൂടെ കൂടിച്ചേരാൻ നമ്മുടെ മസാലയൊന്നും കരിയത്തില്ല കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിനി വേണേൽ ഒന്ന് കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ല ഇതേ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് ഉടഞ്ഞങ്ങ് ചേർന്നോളും കേട്ടോ. നമുക്ക് വേണേൽ അരച്ച് ചേർക്കാം. അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളമായി പോകും. പിന്നെ വെള്ളം പറ്റി വിടാൻ പാടായിരിക്കും. വീണ്ടും നമ്മളൊന്ന് അടച്ചു വെച്ച് പലതവണ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തുവായും നോക്കാം. ഇതാ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ നല്ല വെന്ത് നമ്മുടെ ആ മസാലകളെല്ലാം പിടിച്ച് ഇനി മസാലയൊന്നും നമ്മുടെ ഗ്രേവിക്കകത്തിട്ട് അധികം നേരം നമുക്ക് വേവിക്കണ്ടല്ലോ. ഇപ്പോൾ തന്നെ വെന്ത് മസാലകളൊക്കെ പിടിച്ച് നല്ല ഉപ്പുമൊക്കെ പിടിച്ച് കണ്ടില്ലേ. ഇത്രയും അതിൻ്റെ ചിക്കൻ സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ നമ്മുടെ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ മസാലകളെല്ലാം ഈ പരിവായി. നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ വെള്ളത്തോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. കാരണം നമ്മുടെ ഈ മസാല ഒന്ന് ലൂസാവണമല്ലോ. ഇത് ഈ ചിക്കനകത്തെല്ലാം ഒന്ന് പിടിക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ചിക്കൻ സ്റ്റോക്കും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ചിക്കൻ്റെ വെള്ളം കേട്ടോ അതുകൂടെ ഒഴിച്ചു കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് നമ്മളിത് പറഞ്ഞതുപോലെ നമുക്ക് 1-2 തവണ ഒന്ന് അടച്ചു വെക്കാം. അടുക്കി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ മിക്സി നമ്മുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുക്കർ കഴുകി ഈ വെള്ളം നമ്മൾ ഈ സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ താഴെ എത്തത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഇടഭാഗത്ത് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ അടിക്കോട്ട് വെള്ളം കയറുകയും ചെയ്യും. മുകളോട്ട് ആവി വന്ന് നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ വെന്ത് ഇതെല്ലാം ഗ്രേവി എല്ലാം സെറ്റ് ആവുകയും ചെയ്യും. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും അത് കൂട്ടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. യോജിപ്പിച്ച് നമ്മൾ കുറഞ്ഞൊരു 5 മിനിറ്റ് മതി. ഇനി ആദ്യം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തല്ലോ. അപ്പോൾ 5 മിനിറ്റ് മതി. ഇനി സെറ്റായി ഇതെല്ലാം മസാലകളെല്ലാം പിടിച്ചു. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മക്കളെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി. എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. നമ്മുടെ റോസ്റ്റ് ആയതുകൊണ്ട് എണ്ണ തെളിഞ്ഞ് വരില്ലല്ലോ. അത് കറിയാണെങ്കിലാണ് നമ്മൾ ചേർക്കുന്ന എണ്ണ മൂക്കുന്നതനുസരിച്ച് തെളിഞ്ഞ് വരും. ഇപ്പം റോസ്റ്റ് ആയതുകൊണ്ട് വേണം കൂടുതൽ എണ്ണ ഒഴിച്ചാൽ തെളിഞ്ഞ് വരും കേട്ടോ. മല്ലിയില നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. നമുക്ക് അതിന് ടേസ്റ്റ് പിടിക്കത്തില്ല. കറിവേപ്പില ഇട്ടിട്ട് അതിന് ശേഷമാണ് നമ്മളെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് നല്ല ഗ്രേവി എല്ലാം പിടിച്ച് നല്ല കുറുകിയ ചിക്കൻ റോസ്റ്റ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ചെയ്യണം മക്കളെ. എന്നാലേ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുള്ളൂ. രുചി മനസ്സിലായാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രേവി മതി നമുക്ക് ചോറ് കഴിക്കാൻ. എന്തിനാ ഈ വെള്ളം കോരി ഒഴിച്ച് സാമ്പാർ പോലെ പായസം പോലെയൊക്കെ വെച്ചിങ്ങനെ ഒഴിക്കുന്ന ഇതാണ് നല്ല ടേസ്റ്റുള്ളൊരു റോസ്റ്റ്. കറിയൊക്കെ വെക്കുമ്പോൾ വെള്ളമല്ലേ. ഇതേ രീതിയിലുള്ള റോസ്റ്റ് ഉണ്ടാക്കിയ ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും എന്തിൻ്റെ കൂടെ വേണം കഴിക്കാം. കണ്ടില്ലേ. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.